ചില വാർത്തകൾ വെറും വാർത്തകളല്ല, അവ അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രതിധ്വനിക്കുന്ന ചോദ്യങ്ങളാണ്. ചില സമൻസുകൾ വെറും കടലാസുകളുമല്ല, അവ രാഷ്ട്രീയത്തിന്റെ പിടിപ്പിൽ ചെയ്തു കൂട്ടിയ നെറുകേടിന്റെ കഴുത്തിലേക്ക് നീളുന്ന അന്വേഷണത്തിന്റെ വിരലുകളാണ്. ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് അത്തരമൊരു നിമിഷത്തെയാണ്. മാസപ്പടി വിവാദത്തിൽ ഇ ഡി സമൻസ് എത്തിയപ്പോൾ ഉയരുന്നത് ഒരു ചോദ്യം മാത്രമല്ല, ഒട്ടേറെ ചോദ്യങ്ങളുടെ കൊടുങ്കാറ്റാണ്. നിയമത്തിന്റെ വെളിച്ചത്തിന് മുന്നിൽ യഥാർത്ഥ പ്രതികൾ മുഖംമൂടി മാറ്റി തെളിവുകളോടെ നിൽക്കുമ്പോൾ നിരപരാധി എന്ന് മുറവിളി കൂട്ടുന്ന അവരുടെ നിഴലുകൾ എത്ര ദൂരമോടും, എവിടെ ഒളിക്കും? മാസങ്ങളായി കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്ന CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് വിവാദത്തിൽ പുതിയ വഴിത്തിരിവാണ് ഇ ഡി സമൻസ്. അന്വേഷണ ഏജൻസി ഇപ്പോൾ നേരിട്ട ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ രേഖകളും വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ എന്നാൽ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് നാളെ ഹാജരാകാനാകില്ല എന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും വീണ ഇ ഡിയെ ഇമെയിൽ വഴി അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ നാളെ ഹാജരാകാനാണ് വീണയോട് ആവശ്യപ്പെട്ടിരുന്നത്. അവധി അപേക്ഷയിൽ ഇ ഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുള്ള അവധി അപേക്ഷകൾ ഇ ഡി പരിഗണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിക്കുക. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാകണമെന്നാണ് വ്യവസ്ഥ. CMRLുമായി ബന്ധപ്പെട്ട് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന SFIO കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച 2.78 കോടി രൂപയും എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്.